ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക ആരോപണത്തിൽ മണ്ണ് നീക്കിയുള്ള പരിശോധന ഇന്നും തുടരും. ഇന്ന് പ്രധാനമായും വനമേഖലയോടും ദേശീയപാതയോടും ചേർന്ന പ്രധാന പോയിന്റുകളിലാണ് പരിശോധന. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചെയ്യുന്നുണ്ട്. ജോസഫ്, ദുരൂഹതകളുടെ ചുരുൾ അഴിയുകയാണ് ഓരോ നിമിഷവും. ഇന്ന് ഏതൊക്കെ മേഖലകളിലാണ് പരിശോധന തുടരുന്നത്? കൂടുതൽ വിശദാംശങ്ങൾ. അതിര ഇതുവരെ 7 പോയിന്റുകളിലെ പരിശോധനയാണ് പൂർത്തിയായിട്ടുള്ളത്. സ്നാനഘട്ടയ്ക്ക് സമീപം പുഴയോട് ചേർന്ന 7 പ്രദേശങ്ങളിലെ പരിശോധന പൂർത്തിയായപ്പോൾ 6ാമത്തെ സ്പോട്ടിൽ നിന്ന് മനുഷ്യന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. പുരുഷന്റെ മൃതദേഹാവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഭാഗത്ത് കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ട് എന്നുള്ളൊരു സൂചനയാണ് ഇന്നലെ നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും 6ാമത്തെ ഭാഗം പൂർത്തിയാക്കി 7ാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗിക വിവരങ്ങളും SIT സംഘം നൽകുന്നില്ല. ഈ മണ്ണ് നീക്കിയുള്ള പരിശോധന അതീവ തീവ്ര രഹസ്യ സ്വഭാവത്തിലാണ് ഇപ്പോൾ നടന്നു വരുന്നത്. എന്തായാലും ഇന്നത്തെ പ്രധാനമായും പരിശോധന 8, 9, 10, 11 എന്നീ ഭാഗങ്ങളിലായിരിക്കും. ഈ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഈ ദേശീയപാതയോട് ചേർന്ന വനമേഖലയോട് ചേർന്ന പ്രദേശമാണ്. അതായത് ദേശീയപാതയിൽ നിന്ന് 1.5 മീറ്റർ അകലെ വനമേഖലയിൽ ാണ് ഇത്തരത്തിലുള്ള ഈ സ്പോട്ടുകളെല്ലാം അടയാളപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മണ്ണ് കുഴിച്ചുള്ള പരിശോധനയിൽ വലിയ രീതിയിലുള്ള വെല്ലുവിളി നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പുഴയോരത്ത് കുഴി കുഴിക്കുമ്പോൾ വലിയ രീതിയിൽ മണ്ണ് നിറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മാത്രവുമല്ല, ഈ 2018-ൽ ഈ ഭാഗത്ത് വലിയ രീതിയിലുള്ള പ്രളയം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ പുഴയിലെല്ലാം വലിയ രീതിയിൽ മണ്ണൊലിപ്പ് നടന്നിരുന്നു. അങ്ങനെ നിരവധി മൃതദേഹങ്ങൾ നശിക്കപ്പെട്ടിട്ടുണ്ടാകാമെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയതാണ്. പിന്നെ ഇത്തരത്തിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ അന്വേഷണ സംഘം ഈ തെളിവെടുപ്പുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. എന്തായാലും ഇന്ന് നടത്തുന്ന പരിശോധന ഏറെ നിർണായകമാണ്. എത്രയും വേഗം മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയും ആത്മവിശ്വാസമാണ് ശുചീകരണ തൊഴിലാളിയും അതുപോലെ തന്നെ അന്വേഷണ സംഘവും പങ്കുവയ്ക്കുന്നത്. മറ്റു ചില കാര്യങ്ങൾ കൂടി ഇതിനിടയിൽ നടന്നു വരുന്നുണ്ട്. ഏറെ നിർണായകമാണ് ആ കാര്യങ്ങൾ. അതായത് മംഗലാപുരത്തും ബെൽത്തങ്ങാടിയിലും ഒരു ഹെൽപ്പ് ഡെസ്ക് സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. രഹസ്യമായി പരാതികൾ അറിയിക്കുന്നതിനും സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടാണ് 2 ഇടങ്ങളിൽ ഇത്തരത്തിൽ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതികൾ കൂടി ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നലെ രാത്രി DGP പ്രണവ് മഹന്തി വീണ്ടും ധർമ്മസ്ഥലയിലെത്തി അന്വേഷണ പുരോഗതി വിലയിരുത്തിയിരുന്നു. തുടർ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട തുടർ നടപടികൾ കൂടിയാലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ DGP വീണ്ടും ധർമ്മസ്ഥലയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ശുചീകരണ തൊഴിലാളിയുടെ വാക്കുകൾ 100% വിശ്വാസത്തിലെടുത്തിട്ടുള്ള ഒരു അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയതുപോലെ തന്നെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യവും ഈ പ്രദേശത്ത് നിന്നുണ്ടായി. എന്തായാലും ഈ 1 മുതൽ 7 വരെയുള്ള പരിശോധന നടത്തിയതിൽ നിന്ന് പ്രകടമായ രീതിയിൽ കണ്ടെത്താൻ സാധിച്ചത് ഒരു അസ്ഥികൂടം മാത്രമാണ്. പിന്നീട് മൃതദേഹാവശിഷ്ടങ്ങൾ കൂടി കണ്ടെത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും അതിനുശേഷം കൂടുതൽ പരിശോധന ആവശ്യമായ പ്രദേശങ്ങളിൽ അത്തരത്തിൽ മണ്ണ് നീക്കിയുള്ള പരിശോധനകളൊക്കെ നടത്തുമെന്ന് ഈ അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യ ഭാഗത്ത് നിന്ന് കണ്ടെത്തിയ ബ്ലൗസും ബാഗും രേഖകൾ അടങ്ങിയ തിരിച്ചറിയൽ കാർഡുകളുമാണ് ഇത്തരത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇവ സൂക്ഷ്മ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ട് എന്നൊരു വെളിപ്പെടുത്തലാണ് SITയുടെ ഭാഗത്ത് നിന്ന് അനൌദ്യോഗികമായി തന്നെ ലഭിക്കുന്നത്. എന്തായാലും കർശനമായ പരിശോധനകൾ, അതുപോലെ തന്നെ നിർണായകമായ തെളിവുകൾ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് സർവ്വതല സ്പർശിയായിട്ടുള്ള ഒരു അന്വേഷണവുമായിട്ടാണ് പ്രത്യേക അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ തെരച്ചിലും ഏറെ നിർണായകമാണ്. ഇന്ന് മൃതദേഹങ്ങൾ കിട്ടാൻ സാധ്യത ഏറെയുള്ള ഒരു പ്രദേശമാണ് ഇന്ന് മണ്ണ് നീക്കി പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹത്തെയും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കർണാടക റിസർവ് ബറ്റാലിയനിലെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ സ്ഥലത്ത് എത്തിച്ച് ഈ സുരക്ഷ ഒരുക്കുന്ന കാര്യങ്ങളടക്കം നടത്തി വരുന്നത്. എന്തായാലും അതീവ രഹസ്യ സ്വഭാവത്തിൽ നടത്തുന്ന അന്വേഷണത്തിൽ സത്യങ്ങൾ ഓരോന്നായി പുറത്തു വരുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ അസ്ഥികൾ കിട്ടിയാൽ, കൂടുതൽ ശരീരഭാഗങ്ങൾ കിട്ടിയാൽ ഇത് ആരുടേതാണ് എന്നുള്ളൊരു വലിയ ചോദ്യം മുന്നിലുണ്ട്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നൽകണമെങ്കിൽ കൃത്യമായ പരാതികൾ ഉണ്ടാകണം, കൃത്യമായ DNA സാമ്പിളുകൾ നൽകപ്പെടണം. കൃത്യമായ പരാതികൾ ലഭിക്കുകയും DNA സാമ്പിളുകൾ നൽകപ്പെടുകയും ചെയ്താൽ മാത്രമേ ഈ കേസ് ഇതിന്റെ ഫലപ്രാപ്തിയിൽ എത്തുകയുള്ളൂ, കുറ്റക്കാരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയുള്ളൂ. നിലവിൽ ശുചീകരണ തൊഴിലാളിയുടെ വാക്കിൽ നിന്ന് നമ്മൾക്ക് അല്ലെങ്കിൽ SIT സംഘത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരങ്ങൾ, മൃതദേഹങ്ങൾ എവിടെയാണ്, ആരൊക്കെയാണ് മൃതദേഹങ്ങൾ നൽകിയിട്ടുള്ളത്,
കൊലപാതകത്തിന് ചില കൊലപാതകത്തിന് നേരിട്ട് സാക്ഷിയായിരുന്നു എങ്കിൽ ആരൊക്കെയാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ളത്, മാത്രമല്ല ഈ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളുടെ അപൂർവമായിട്ടുള്ള വിവരങ്ങൾ, അതായത് അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ, അത്തരത്തിലുള്ള ചെറിയ ചെറിയ വിവരങ്ങൾ മാത്രമേ അന്വേഷണ സംഘത്തോട് ഈ ശുചീകരണ തൊഴിലാളിക്ക് വ്യക്തത വരുത്താൻ സാധിക്കുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം, ബാക്കി വിഷയങ്ങളിലെല്ലാം, നിയമപരമായ കാര്യങ്ങളിലെല്ലാം കോടതിയിലായാലും മറുപടി നൽകേണ്ടത് അന്വേഷണ സംഘമാണ്. അതുകൊണ്ട് തന്നെ സമഗ്രമായ ഒരു അന്വേഷണവുമായിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അതെ, തീർച്ചയായും ജോസഫ്, ഈ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതീവ രഹസ്യ സ്വഭാവത്തിലായിരിക്കണമെന്ന കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ സ്വകാര്യ വ്യക്തികളുടെ എസ്റ്റേറ്റുകളിൽ നടത്തുന്ന പോയിന്റുകൾ നടത്തുന്ന ഈ തെളിവെടുപ്പുകളൊക്കെ ഈ കോടതിയുടെ അനുമതിയോടെയാണോ ഇപ്പോഴും നടത്തുന്നത്? അതിനാ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് 1 മുതൽ 13 വരെയുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഈ റോഡിനോടും അതുപോലെ തന്നെ ഈ പുഴയോടും ചേർന്ന പ്രദേശങ്ങളാണ്. ഈ ഭാഗത്ത് കുഴിച്ച് അനുമതി നേടണമെങ്കിൽ ഒന്നെങ്കിൽ വനം വകുപ്പിന്റെ അല്ലെങ്കിൽ റവന്യൂ വകുപ്പിന്റെ അനുമതി മാത്രം മതി. പക്ഷെ സ്വകാര്യ വ്യക്തികളുടെ പറമ്പിൽ ഇത്തരത്തിൽ കുഴിയെടുത്ത് പരിശോധന നടത്തണമെങ്കിൽ ഇത്തരത്തിൽ കോടതിയുടെ അനുമതി വേണം. ഈ 14ഉം 15ഉം സ്പോട്ടുകൾ അടയാളപ്പെടുത്തിയത് ഈ ഇത്തരത്തിൽ ഒരു സ്വകാര്യ വ്യക്തി, ഉന്നതനായ ഒരു വ്യക്തിയുടെ സ്വകാര്യ എസ്റ്റേറ്റിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് മണ്ണ് നീക്കി പരിശോധന നടത്തണമെങ്കിൽ കോടതിയുടെ കൃത്യമായ നിർദ്ദേശം അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് അനുമതി ലഭിച്ചെങ്കിൽ മാത്രമേ ഈ മണ്ണ് കുഴിച്ച് പരിശോധന നടത്താൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ അനുമതിക്കായ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോഴും കാത്തു നിൽക്കുകയാണ്. ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയതനുസരിച്ച് നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചു മൂടപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് സ്വകാര്യ വ്യക്തികളുടെ എസ്റ്റേറ്റുകളാണ്. അപ്പോൾ ഈ എസ്റ്റേറ്റുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തണമെങ്കിൽ കോടതിയുടെ അനുമതി ലഭിക്കണം. ഇതുവരെയും കോടതിയുടെ അനുമതി ലഭിച്ചിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. വരും ദിവസങ്ങളിൽ, അതായത് 13 വരെയുള്ള സ്പോട്ടുകളിൽ ഇത്തരത്തിൽ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം അതിലേക്ക് കടന്നാൽ മതി എന്നുള്ളൊരു കൂടിയാലോചനയിലാണ് അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു അമിത ആവേശം വേണ്ട, അല്ലെങ്കിൽ ഒരു അമിത താല്പര്യം വേണ്ട എന്നുള്ള കാര്യമാണ് ഈ ഘട്ടത്തിൽ എടുത്തിട്ടുള്ളത്. 13 സ്ഥലങ്ങൾ പൂർത്തിയാക്കാൻ ഏകദേശം ഒരു 4 അല്ലെങ്കിൽ 5 ദിവസം കൂടി വേണ്ടിവരും. ഒരു ഭാഗത്തു നിന്ന് തന്നെ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അതിൽ കൂടുതൽ ദിവസങ്ങൾ വേണ്ടി വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒരു കുഴിയിൽ ഒന്നിലധികം മൃതദേഹങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും നിർണായകം 8, 9, 10, 11 ഭാഗങ്ങളാണ്. ഇതിൽ ഈ വനമേഖലയോട് ചേർന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നിർമ്മിതികളൊന്നും തന്നെ നടത്തിയിട്ടില്ല. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുറച്ച് മണ്ണധികം ഈ പ്രദേശത്തേക്ക് ഇട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ മറ്റു മാറ്റങ്ങളൊന്നും ഈ പ്രദേശത്തിന് ഈ ഭൂമിശാസ്ത്രപരമായ ഘടനയിൽ മാറ്റം സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഇത്തരത്തിൽ പരിശോധനയുമായി മുന്നോട്ട് പോവുകയാണ്. 14 മുതലുള്ള സ്പോട്ടുകളുടെ കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. അത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് ആ സ്പോട്ടുകൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഈ കോടതി അനുമതി ഈ കാര്യത്തിൽ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്രയും പ്രമാദമായ ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ ഈ കോടതി ഇതിൽ ന്യായമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷ കൂടി അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെ ലഭിച്ചിട്ടുള്ള അസ്ഥികൾ സൂക്ഷ്മ പരിശോധനയ്ക്കായി ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ആരുടെ അസ്ഥികളാണ് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്തായാലും പുരുഷന്റെ ആണ് എന്ന സ്ഥിരീകരണമാണ് ആദ്യഘട്ടത്തിൽ വരുന്നത്. ഈ ഭാഗത്ത് കൂടുതലായി മണ്ണ് നീക്കി പരിശോധന നടത്തിയപ്പോൾ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ കൂടി കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് ആരുടെയാണ് എന്ന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. അങ്ങനെ അത്തരത്തിൽ ഫോറൻസിക് സംഘം വളരെ കാര്യക്ഷമമായിട്ടുള്ള ഒരു പരിശോധനയും ആണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ സൂക്ഷ്മമായി തെളിവുകൾ ശേഖരിച്ച് പരമാവധി വിവരങ്ങൾ ശേഖരിച്ചുള്ള പരിശോധന ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. SITയുടെ അന്വേഷണത്തിൽ പൂർണ്ണ സംതൃപ്തിയാണ് ഈ സമരസമിതി പ്രവർത്തകർ പ്രകടിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ഉള്ള ഒരു അന്വേഷണം തന്നെയാണ് തങ്ങൾ ആവശ്യപ്പെട്ടതെന്നുള്ള കാര്യമാണ് ഇവർ ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ SITയുടെ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയും ഇവർ അറിയിക്കുന്നുണ്ട്. ആതിര. ശരി ജോസഫ്, ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക ആരോപണത്തിൽ മണ്ണ് നീക്കിയുള്ള പരിശോധന ഇന്നും തുടരും. ഇന്ന് പ്രധാനമായും വനമേഖലയോടും ദേശീയപാതയോടും ചേർന്ന് പ്രധാന പോയിന്റുകളിലാണ് പരിശോധന നടത്തുന്നത്.